സജ്ജനങ്ങൾക്ക് നമസ്കാരം. ഇന്ന് പാർവതീദേവിക്ക് പരമശിവൻ കഥ പറഞ്ഞു കൊടുക്കുന്ന ഭാഗവും ദശരഥ രാജാവിൻ്റെ പുത്രകാമേഷ്ടി കർമ്മവും വിശ്വാമിത്രൻ്റെ യാഗരക്ഷയുമാണ് പാരായണം ചെയ്യുന്നത്. വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാനസേ മണിമയേ വീരാസനെ സംസ്ഥിതം അഗ്രേ വാചയതി പ്രപഞ്ചനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലന്വയരത്നദീപം അജാനുബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചര വിനാശകരം നമാമി. ആപദാമപകർത്താരം ദാതാരം സർവസംഭദാം ലോകാവിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമമ്യഹം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാബ്ജകമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതേ നമത രാക്ഷസന്തകം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാവിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാവിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ കൃതിരമതം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. പങ്ക്തികന്ധരമുഖരാക്ഷസവീരന്മാരാൾ സന്തതം ഭാരേണ സന്തബ്ധയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ. വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്ന വേദനം ചെയ്യുകയെന്നിയെ മറ്റൊരു കഴിവില്ല. സാരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢഗീതം തമ്മേ കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. അന്നേരം ഒരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നത് പോലെ പത്മസംഭവം തനിക്കൻപോട് കാണായി വന്നു. പത്മലോചനായ പത്മാനാഭനമോധൻ മുഗ്ധമായുള്ളോരോ സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവൽ രൂപം മനോഹരം
ചന്ദ്രികാ മന്ദസ്മിത സുന്ദരാനന പൂർണ്ണ ചന്ദ്രമണ്ഡലമരാമിന്ദിരായോജനം ദേവം ഇന്ദ്രനീലാഭം പരമിന്ദിരാ മനോഹര മന്ദിര വക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം വത്സലാഞ്ജന വത്സം പാദപങ്കജ ഭക്തവത്സലം സമസ്ത ലോകോത്സവം സൽസേവിതം മേരുസന്നിവാകീടോദ്യൽ കുണ്ടല മുക്താഹാരകേയൂരാംഗത കടക കടിസൂത്ര വലയ അങ്കുലീയകാദ്യകില വിഭൂഷണ കലിതകളേഭരം കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹവൻ മധുരാസ്ഫുടക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നരുതാദൂരുപാദംബുജം നിത്യവും നമസ്തുതേ സകല ജഗൽപദേ. നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമസ്തുതേ. സത്യജ്ഞാനാനന്ദാനന്ദാമൃതദ്വയമേകം നിത്യവും നമസ്തുതേ കരുണാജലനിധേ. വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമസ്തുതേ. സ്വാധ്യായ തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും. മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭഗവൽ പാദഭക്തി കൊണ്ടൊഴിഞ്ഞ മറ്റൊന്നിനാലുമാവതില്ല. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ്വമന്തികെ കാണായി വന്നിതെനിക്കു ഭാഗ്യവശം. സത്വയുക്തന്മാരായ താപസശ്രേഷ്ഠന്മാരാ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടൊരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസി സദാകാലം ഭക്തവത്സലാ പൂറ്റി. സംസാരമയ പരിതപ്തമാനസന്മാരാം പുംസാം ത്വൽഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും. മരണമൂർത്തു മമ മനസീ പരിതാപം കരുണാമൃതനിധേ പെരികെ വളരുന്നു. മരണകാലേ തവ ചരുണാരുണ സമാചരണ സരസീജസ്മരണയുണ്ടാവാനായി തരികാവരം നാഥ കരുണാകരാ പൂറ്റി. ശരണം ദേവ രമാരമണ ധരാപദേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. പരമാ പരാത്മൻ പരബ്രഹ്മക്യജയ പരചിന്മയ പരാപരാ പത്മാക്ഷാജയ വരദാ നാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനനി സ്തുതി ചെയ്തോരു നേരം മധുരതരമതി വിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥൻ. എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കൺമാൻ ഇവിടെ കുഴത്തോടെ ഒരുവൻ മൂലമതു ചൊല്ലുക എന്നതു കേട്ടു സരസീരുഹവൻ ഈ വണ്ണമുണർത്തിച്ചു. നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തോരു വസ്തു ലോകത്തിങ്കലുള്ളത് പോറ്റി. എങ്കിലും ഉണർത്തിക്കാം മൂന്ന് ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥ. പൗലസ്തനയനാം രാവണൻ തന്നാൽ ഇപ്പോൾ ത്രൈലോക്യം നശിച്ചത് മിക്കതും ജഗൽപതേ. മദ്ദത്തവരതർ ബലദർപ്പിതനായിട്ടത് നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാമയ്യോ. ലോകപാലന്മാരെയും ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ച ലോകങ്ങളെല്ലാം. പാകശാസനനെയും സമരെ കെട്ടിക്കൊണ്ട് നാഗശാസനവും ചെയ്തിടിനന്ദശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടങ്ങിയത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മഭക്തികളെയും പിടിച്ചു കൊണ്ടുപോയാൽ ധർമ്മവും മറഞ്ഞത് മുടിഞ്ഞു മര്യാദയും. മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപതേ. നിന്തിരുപടി തന്നെ മർത്യനായി പിറന്നിരി പങ്ക്തി കന്ധരം തന്നെ കൊല്ലണം ദയാനിധേ. സന്തതം നമസ്കാരമതിന് മതിരിപോ ചെന്തളരടിയണ ചിന്തിക്കായി വരണമേ. പത്മസംഭവനിത്തമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാവാർത്ഥം പുരാ കശ്യപ പ്രജാപതി ദത്തമായുധവരോ സുപ്രസന്നേനമയ തദ് വദസത്യം കർത്തൃമുദ്യോഗമധ്യവമേ.
കശ്യപൻ ദശരഥനാംനാ രാജേന്ദ്രനായി കാശവീതലേ തിഷ്ടത്തതുന വിധാതാവേ തസ്യ വല്ലഭയാകുമതിഥി കൗസല്യയും തസ്യാത്മതനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാർ 3 പേരുണ്ടായി വരും. തിൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായ ദേവിയും ജനകാലേ വന്ന് കീകതാത്മജകുല നാശകാരിണിയായി മേതിരി തന്നിൽ അയോനിജയായുണ്ടായി വരും. ആതിഥേയന്മാർ കവിവീരരായി പിറക്കണം. മേദിനി ദേവി കതിവാരം കൊണ്ടുണ്ടായ ഒരു വേദന തീർപ്പാൻ എന്നാലെന്നരുൾ ചെയ്തതു നാഥൻ. വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോട്. ആതിഥേയന്മാരെല്ലാം ആദി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി കേതവുമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ. മേദിനി ദേവിയെ ആസ്വദിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം. ദാനവാരാധി കരുണാനിധി ലക്ഷ്മീപതി മാനവ പ്രവരനായി വന്നവതരിച്ചിടും. വാസരാധീശരാനയെ സാധരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം. വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കേണം. മാനിയാം ദശരഥവൃത്യന്മാരാകും യാതുദാന വീരന്മാരോട് യുദ്ധം ചെയ്വതിനോരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായതും വൈകിടാതെ സൂത്രാമാദികളോടും പത്മസംഭവൻ നിജ ഭർത്തൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും ബുക്ക് സത്വരം ദരിദ്രയും അന്ധസന്താപമതി സ്വസ്ഥയായി മരുവിനാൾ. തൽക്കാലേ ഹരിപ്രമുഖന്മാരാ യുവതന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ. മാനുഷഹരി സഹായാർത്ഥമാതതസ്തോ മാനുഷഹരി സമാവേഗ വിക്രമത്തോടെ പർവതക്ഷോപലയൂതികളായുന്നത പർവ്വതതുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രദക്ഷിണന്മാരായി പ്ലവകദേശരന്മാരും ഭുവി സുഖിച്ചു കാണാരല്ലോ. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമൻ അങ്കദസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയിടും കൈകേയും സമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ട് പരിതാപേന ഗുരുചരണമുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലൂ നന്ദനന്മാർ ഉണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായകയാൽ എനിക്ക് രാജാതി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും. വരിഷ്ഠതബോധനൻ വസിഷ്ഠനത് കേട്ട് ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു. നിനക്കു 4 പുത്രന്മാരുണ്ടായി വരും, അതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപഥേ. വൈകാതെ ഒരുത്തേണം വൃക്ഷസംഘനെ ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധി പുത്രകാമിഷ്ടി കർമ്മം. തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈവണ്ടകൻ തന്നെയും വരുത്തിനാൻ ശാലയും വട ചെയ്തോ. സരയൂതീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തിടവതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമിഷ്ടി കർമ്മം ഋഷ്യസിംഹനാ ചെയ്യപ്പെട്ടോരാഹൂതിയാലെ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം. ഹേമപാത്രസ്ഥമായ പായസത്തോടുകൂടി ഹോമകുണ്ടത്തിങ്കൾ നിന്ന് പൊങ്ങിനാൻ വന്നീദേവൻ. താവകം പുത്രീയമീ പായസം കൈകൊള്ളുക നീ ദേവനിർമ്മിതമെന്നോ പറഞ്ഞു പാവകനും ഭൂപതി പ്രവരന് കൊടുത്തു മറഞ്ഞിത്. താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും
ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവി കർദം കൊടുത്തു നൃപവരൻ ശൈതില്ലാത്മനാപാതി നൽകിനാൾ കൈകേയും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നത് കണ്ടോ പാതി കൊടുത്തു കൈകേയും മന്നവനത് കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചതും വരുമതു കാലം. അപ്പോഴേ തുടങ്ങി ശോണിയന്തനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും വെപ്പലാക്ഷികൾക്ക് അനുവാസരം ക്രമത്താല് ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൽ പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമാചമഞ്ഞതു സന്താപം ദിനം തോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം സീമന്ത പുംസവനാദി ക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തു നിരവരൻ ഗർഭവും പരിപൂർണമാച്ചമഞ്ഞതു കാലം അർഭകന്മാരും 4 പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചത്യതനായിട്ടല്ലോ അർക്കനും അത്യുച്ച ഉദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരൻ രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചത് ദേവകളും പെറ്റത് കൈകേയും പുഷ്പനക്ഷത്രം കൊണ്ട് പിറ്റേനാൾ സുമിത്രയും പെറ്റത് പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ഭവ നാരദസനകാദി സഹസ്രനേത്ര മുഖവിഭുചന്ദ്രന്മാരാലും വന്ധ്യമായി പൂർവ ദുർമടമകുടവും സുന്ദര ശിഖരവും അളകസുഷമയും കാരുണ്യാമൃതരഥ സമ്പൂർണ നയനവും ആരുണ്യാംബരപരിശോഭിത ജഗനവും ശംഖചക്രജഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിപകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനാ വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചി നൂപുരമുഖ മണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായോരോ പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനോ വന്ദിച്ചു തിരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര സൗരേ നമസ്തേ ജഗൽപദേ. നിന്തിരുവടിമായ ദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദി ഗുണത്രയമാശ്രയിച്ചെന്തിനെന്നുത്തമന്മാർക്കു പോലും അറിവൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പരമാത്മാവൂപരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനനന്ദൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജ്ജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയനൻ
അദ്വയനജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസ പത്മമധുവമൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൾ നിത്യമന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ എന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി? ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണാവുന്ന മുഗ്ധയാമെനിക്കിപ്പോൾ. ഭർത്തൃപുത്രാർത്ഥകുല സംസാര ദുഃഖാംബുധവും നിത്യവും നിമഗ്നയായത്യർത്ഥം ഭ്രമിക്കുന്നേൻ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്ന് നിൻ പാദാംബോജം കാൺമാനും യോഗം വന്നു. തൽക്കാരണത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം ഇക്കാണായ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശേഷ മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപദേ. കേവലമലൗകികമോ വൈഷ്ണവമായ രൂപമോ ദേവേശ മറക്കേണം മറ്റുള്ളവർ കാണും മുമ്പേ. ലാളനാശ്രേഷാധാനുരൂപമായ ഒരു ബാലഭാവത്തെ മമ കട്ടണം ദയാനിധേ. പുത്രവത്സല്യവ്യാജമായ ഒരു പരിചരണത്താലേ കടക്കേണം ദുഃഖസംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനൽ ചെയ്തു. മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതൂ മന്ധരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നു ഒരു രാവണൻ തന്നെ കുന്നു സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം. ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടുഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കിന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി. പുനരതു കാരണം ഇപ്പോളേവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം മദ്ദർശനോ മോക്ഷത്തിനായുള്ളോന്നില്ലല്ലോ പിന്നെ ഒരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു കൊള്ളുകെന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും. യാതൊരു മർത്തനിക നമ്മിലെ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനോ സാരൂപമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം. ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നാൻ. ഇന്ദ്രനീലാപം പൂണ്ട സുന്ദര രൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ. ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദബന്ധിതൻ ഭുവി വന്നവതാരം ചെയ്താൻ. നന്ദനുണ്ടായതെന്നാസു കേട്ടോരു പങ്ക്തി സന്ദ്രനത പരമാനന്ദാകുലനായൻ. പുത്രജന്മത്തെ ചൊന്ന വൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാജകിലാർത്ഥ ദാനങ്ങൾ ചെയ്താൻ. പുത്രവക്ത്രബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു. പിന്നെ ജാതനായതു കൈകേയിസുതൻ പിറ്റേനാളും സുമിത്രാപുത്രന്മാരായുണ്ടായത് ഇരുവരും അമിത്രാന്തകൻ ദശരഥനും. യഥാവിധി ചെയ്തത് ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പെയ്തു സന്തോഷം കൊണ്ട് അസ്തൃക്കൾ ജനങ്ങൾക്കും. സ്വർണരത്നവസ്തി ഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവനാം. വിണ്ണവർ നാട്ടിലുമുണ്ടായുധ മഹോത്സവമോ കണ്ണുകളായിരവും തെളിഞ്ഞ മഹേന്ദ്രനും. സമസ്ത ലോകങ്ങളും ആത്മാവാമി പങ്കലെ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും. ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമനെന്നല്ലോ തിരുനാമവുമിട്ടാനല്ലോ. ഭരണനിപുണനാം കൈകേയിതനയനു ഭരതനെന്നോ നാമാം അരുളി ചെയ്തു മുനി. ലക്ഷണാന്യതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവും അരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജ അവരജനും. നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരും ആനന്ദിച്ചാൻ.
സാമോദം ബാലക്രീഡാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും. ഭരതശത്രുഘ്നന്മാരും ഒന്നിച്ചെല്ലാ നാളും അരിവിടുന്നു. പായസാം സസ്സാരാനുവസൽ. കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമൻ ദേവൻ കാരുണ്യാമൃതപൂർണപാങ്ക വീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണാലാപ പീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടോ നിശേഷാനന്ദപ്രദ ദേഹമാർദ്ദവം കൊണ്ടും ബന്ധുഗദന്താംബരചുംബനരസം കൊണ്ടും ബന്ധുരാദന്താംബുരസ്പഷ്ടഹാസാവ കൊണ്ടും ഭൂതലസ്ഥിത പാദബ്ജദ്വയാനനം കൊണ്ടും ചേതോ മോഹനങ്ങളാം ജ്യേഷ്ഠിതങ്ങളെ കൊണ്ടും താതനമമ്മമാർക്കും നഗരവാസികൾക്കുമെല്ലാം പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യക്കമ്മാരെഴുന്നള്ളിയിടിനാൻ. രാമനായ വനിയിൽ മായ ജനിച്ചോരു കോമളമായ രൂപം പൂണ്ടോരു പരമാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികം തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു. വിധിനന്ദനോടും ചെന്നതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്ന് ഭക്തിയ സസ്മിതോ മുനിവരൻ തന്നോട് ചൊല്ലിയിടിനാൻ. അസ്മജ്ജന്മവും ഇന്ന് വന്നിത് സഫലമായി നിന്തിരവടി എഴുന്നള്ളിയതിൻ മൂലം കൃതാർത്ഥാന്തരാത്മാവായതു ഞാനിക തപോനിധേ. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാസു സമ്പത്തും താനേ വരും. എന്തൂന്ന് ചിന്തിച്ചെഴുന്നള്ളിയതെന്ന ഇപ്പോൾ നിന്തിരവടിയരു ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്വിഞ്ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലവധേ. വിശ്വാമിത്രനും പ്രിയതനായരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോടു ദശരഥനോടു നേരം. ഞാൻ അമാവാസതോറും പുത്രദേവമതികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹു മുഖ്യന്മാരാം നക്തജനന്മാരിരുവരും അനചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാൻ അവനീപതേ രാമദേവനെ അയക്കേണം. പുഷ്കരോദ്ഭവപുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. നല്ലത് വന്നിടുക നിനക്ക് മഹീപതേ കല്യാണമതേ കരുണാനിധേ നരപഥേ. ചിന്താ ചഞ്ചലനായ ഭക്തിസന്ധന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോട് ഏകാന്ത ചൊല്ലിയിടിനാൻ. എന്തു ചൊൽവത് ഗുരോ നന്ദനൻ തന്നെ മമ സന്ധിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോ നിർണയം മരിക്കും ഞാൻ. രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തോ നല്ലതിപ്പോൾ എന്നോ നിൻ തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും മതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. മാനുഷനല്ല രാമൻ മാനവശികാമണേ മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചത് വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവിൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി. നിന്നുടെ ഭക്തിയാഗമതിഥി കൗസല്യകേളന്നിരുവരും കൂടി സന്തതിയുണ്ടാകുവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണുപൂജാധ്യാനാദിയോടും. ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊൾവരമെന്നാൻ. പുത്രനായി പിറക്കേണം എനിക്കു ഭവാൻ എന്നു സത്തരം അപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ. പുത്രനായി വന്നിതോ രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്രാശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും. ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ. യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലയായി അയോനിജയായുണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രൻ അവർ തമ്മിൽ
യോഗം കൂടിയുടെ വചനെന്നറിഞ്ഞിടണം നീ. എത്രയും മുഖ്യമിതു വ്യക്തവ്യമല്ലതാനോ. പുത്രനെ കൂടെ ചീടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്നാമോദം പൂണ്ടു നൽകി ഭൂപതിപുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം. പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവനെന്നരുൾ ചെയ്താൻ. ജനകജനന്യമാചരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരുവാദവും വന്ദിച്ചുടൻ. വിശ്വാമിത്രനെ ചെന്ന് വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥമോ പരിഗ്രഹിച്ചു മുനീന്ദ്രനും. ശാപതൂണീലബാണ ഗഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയുമയപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്ന വിശ്വാമിത്രൻ. മന്ദം പൂശിലദേശം കടന്നോരനന്തരം മന്ദകാസവും ചെയ്തിട്ടരുളി ചെയ്തു മുനി. രാമ രാഘവ രാമ ലക്ഷ്മണകുമാരകേ, കോമളന്മാരായ ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളെല്ലാം ഉന്നമോ നിങ്ങൾക്കെന്നതുമൂലം. ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മഹാത്മമേറുന്നൂര് വിദ്യകൾ ഇവ രണ്ടും ബാലന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും. വിലയും വേണ്ടത് വിലയും മടിയാതെ ദേവനിർമ്മിതികളെ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. തുൽപ്പിവാസാദികളും തീർത്തു ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നിടിനൻ വിശ്വാമിത്രൻ. പാർവതിക്ക് പരമശിവൻ കഥ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. രാവണരാക്ഷസന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ ഭൂമിദേവി ഒരു ഗോവിന്ദ രൂപം സ്വീകരിച്ചുകൊണ്ട് വിധാതാവിനോട് ബ്രഹ്മാവിനെ ചെന്ന് കണ്ടിട്ട് പരാതി പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, നമ്മളെല്ലാവരും കൂടി ചെയ്തിട്ട് സാക്ഷാൽ മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ടിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അത് പ്രകാരം ദേവന്മാരെല്ലാവരും കൂടി പാൽക്കടലിന് തീരത്ത് ചെന്നുകൊണ്ട് അവിടെ പുരുഷ സൂക്തം കൊണ്ട് മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. അങ്ങനെ സ്തുതിച്ചപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു ദേവന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവാകട്ടെ വളരെ ഭക്തിയോടുകൂടി സ്തുതിച്ചു. ഈ സമയത്ത് സന്തുഷ്ടനായ മഹാവിഷ്ണു ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിവിടെ വരാൻ എന്താണ് കാരണം? അപ്പോഴാണ് പറഞ്ഞത്, ഭഗവാൻ അറിയാത്തതായ കാര്യങ്ങളൊന്നും ഭൂമിയിലില്ലല്ലോ, എന്നാലും ചോദിച്ചത് കൊണ്ട് പറയാം. ഞാൻ ബ്രഹ്മാവിന് കൊടുത്ത വരം, അതിന്റെ ഫലമായിട്ട് ബ്രഹ്മാവ് ആയ ഞാൻ വരം കൊടുത്തതിന്റെ ഫലമായിട്ട് രാവണൻ പൗലസ്തനിയനാം രാവണാലിപ്പോൾ ത്രൈലോകം നശിച്ചത് മിക്കതും ജകൽപ്പതേ. അവൻ ദേവൻ തന്നെ ഈ മാട്ടി തെളിച്ച് ഇപ്പം സ്വർഗലോകം പോലും കീഴടക്കിയിരിക്കുകയാണ്. ഭൂമിയിൽ യാഗങ്ങളില്ല, അതുപോലെ യാഗകർമ്മങ്ങൾ മുടങ്ങിയിരിക്കുകയാണ്. യോഗേന്ദ്രന്മാരെയും ഇതാണ് ഭക്ഷിക്കുന്നു. അതിനാൽ ഒരു നിവൃത്തിയില്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ബ്രഹ്മാവോട് പറഞ്ഞു, ഭയപ്പെടേണ്ടതില്ല, ഞാനിതാ ഭൂമിയിൽ അവതരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുണ്ടായി. കശ്യപ പ്രജാപതി ഒരു കാലത്ത് സന്താനലാഭത്തിന് വേണ്ടി എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തപസ് ചെയ്തിരുന്നു. വന്ന് ഞാൻ അവർക്ക് വരം കൊടുത്താണ് നിങ്ങളുടെ മകനായി പിറക്കാമെന്നുള്ളത്. കശ്യപ പ്രജാപതി ദശരഥനായിട്ട് അവതരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അതിഥിയാകട്ടെ ഇവ കൗസല്യായിട്ടും അവതരിച്ചിരിക്കുന്നു. അതില് ഞാൻ മകനായിട്ട് പിറക്കും. ഒരു കാര്യം ചെയ്യണം, ഞാൻ അവിടെ അവതരിച്ചു കഴിഞ്ഞാൽ രാവണ നിഗ്രഹത്തിന് വേണ്ടിയിട്ട് ദേവന്മാരെ നിങ്ങളൊക്കെ
വാനന്മാരായിട്ട് പിറക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അവരെ ആസ്വദിപ്പിച്ചു. ദേവന്മാരെല്ലാവരും തങ്ങളുടെ കാര്യം സാധ്യമാകുമെന്ന് സന്തോഷിച്ചുകൊണ്ട് വളരെ സുഖമായിട്ട് കഴിഞ്ഞു. ഈ സമയത്താണ് ദശരഥ മഹാരാജാവ് വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ട് സന്താനം ഉണ്ടാകാതെ ദുഃഖിച്ചു കഴിയുകയാണ്. ഒരിക്കൽ തൻ്റെ ഗുരുനാഥനെ ചെന്ന് നമസ്കരിച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി, അല്ലയോ ഗുരു, സന്താനം ഉണ്ടാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പുത്രന്മാർ ഇല്ലാകിയാൽ എനിക്ക് രാജാതി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും. അപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു, നീ ഭയപ്പെടേണ്ടതില്ല, നിനക്ക് 4 പുത്രന്മാരുണ്ടായി വരും. ഒരു കാര്യം ചെയ്യുക, ഋഷ്യശൃംഖനെ പുരത്തണം, പുത്രകാമേഷ്ടിയാഗം നടത്തണം. അങ്ങനെയുള്ള ഗുരുവിന്റെ വാക്ക് കേട്ടപ്പോൾ ദശരഥൻ പുത്രകാമേഷ്ടിയാഗം നടത്താൻ വേണ്ടി തയ്യാറായി. ഋഷ്യശൃംഖനെ പുരത്തി. ഋഷ്യശൃംഖൻ ചെയ്തതായ ആ യാഗത്തിന്റെ ഫലമായിട്ട് ദേവന്മാരൊക്കെ തൃപ്തിപ്പെട്ടു. ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങിനാൻ വന്യദേവൻ ഒരു സ്വർണപാത്രത്തിൽ പായസത്തോടുകൂടി ഹോമകുണ്ടത്തിൽ നിന്നും അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയുണ്ടായി, താപകം പുത്രിയം ഈ പായസം കൈകൊള്ളുക, നീ നിനക്ക് സന്താനമുണ്ടാകും, ഈ പായസം സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പായസത്തെ കൊടുത്തിട്ട് അഗ്നിദേവൻ അന്തർധാനം ചെയ്തു. ദശരാജാവാകട്ടെ ആ പായസത്തെ കൗസല്യാദേവി കർത്തം കൊടുത്തു. നൃപവരൻ ശൈതില്ലാത്മന പാതി നൽകിനാൻ കഴിയുകയും അത് പകുതി കൗസല്യക്ക് നൽകി, പിന്നെ കൈകൈ കൊടുക്കുണ്ടായി. അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവി ദാനം തന്നോട് പാതി കൊടുത്തിടാൻ മടിയാതെ. അപ്പോൾ കൗസല്യാദേവി സുമിത്രയ്ക്കും അതിൻ്റെ പാതി കൊടുക്കുണ്ടായി. അങ്ങനെ 3 പേരും പായസം ഭക്ഷിച്ചു. ദശരാജാവട്ടെ അവിടെ സന്തോഷിക്കുകയുണ്ടായി. തൻ്റെ സഭക്തിമാരുടെ ആ സ്നേഹം കണ്ട് സന്തോഷിച്ചു. അന്ന് മുതൽ സന്തോഷത്തിൽ ദശരഥൻ കഴിയുകയാണ്. ക്രമേണ അവർക്കൊക്കെ ഗർഭലക്ഷണങ്ങൾ തെളിഞ്ഞു തുടങ്ങി. ഗർഭകാലത്ത് വേണ്ടതായ പരിചരണങ്ങൾക്ക് വീരപ്രകാരം തന്നെ ഹോമകർമ്മങ്ങളൊക്കെ അവിടെ നടത്തിയുണ്ടായി. സീമന്തം, പുംസവനം തുടങ്ങിയ കർമ്മങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് പറയുന്നു, ഒടുവിൽ അവിടെ സന്താനം ഉണ്ടാവുകയാണ്. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിലാണ് അത്രേ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ അവതരിച്ചതെന്നാണ്. 5 ഗ്രഹങ്ങൾ ഉച്ചത്തിലായിരുന്നു. നക്ഷത്രം പുനർവസു, നവമി തിഥിയില് പുണർന്ന നക്ഷത്രത്തില് ശ്രീരാമൻ ജനിക്കുകയുണ്ടായി. 5 ഗ്രഹങ്ങൾ ഉച്ചത്തിലാണ്. നക്ഷത്രപതിയോടുകൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അത്യുച്ചസ്ഥനായിട്ടല്ലോ. അർക്കനും ഉച്ചസ്ഥൻ, മേടത്തിൽ ആദിത്യൻ, അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രൻ ഉച്ചസ്ഥനായ മകരൻ രാശി നിൽക്കുമ്പോൾ അവതരിച്ചിടണം ജഗന്നാഥൻ. ഇങ്ങനെ 5 ഗ്രഹങ്ങൾ ഉച്ച നിൽക്കുന്ന സമയത്താണ് അത്രേ സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ അവതാരം ഉണ്ടായത്. എല്ലാവരും വളരെയധികം സന്തോഷിക്കുകയുണ്ടായി. ഇങ്ങനെ അവതരിച്ചതായ ആ ശ്രീരാമചന്ദ്രനെ കൗസലദേവി വളരെ ഭംഗിയായിട്ട് സ്തുതിക്കുകയുണ്ടായി. നമസ്തേ ദേവദേവ ശങ്കചക്രാബ്ജധര, നമസ്തേ വാസുദേവ മധുസൂദനാഹരേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സ്തുതിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഈ ലോകം മുഴുവൻ അങ്ങയുടെ ശരീരത്തിനുള്ള സ്ഥിതി ചെയ്യുകയാണല്ലോ. അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ വയറ്റിൽ വന്ന് പിറക്കാൻ എന്താണ് കാരണം? നിന്തിര ജഠരത്തിങ്കൾ അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ എന്നോട് ജഠരത്തിൽ ഇങ്ങനെ വസിപ്പരുന്ത് കാരണം പോയി. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഭക്തിപരവസ്ഥയോടെ സമത്തെ സ്തുതിച്ചപ്പോൾ സ്തുതിച്ചുകൊണ്ട് അവസാനം പറഞ്ഞു, ഏതായാലും ഭഗവാനെ അങ്ങയുടെ ഈ ദൈവികമായ രൂപത്തെ മറക്കണം, കേവലം ഒരു പ്രാകൃത ശിശുവായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. ലാളന ശ്രേഷ്ഠാധ്യാന രൂപമായ ഒരു ബാലഭാവത്യം അവകാട്ടണം ദയാനിധേ. അല്ലയോ ഭഗവാൻ, അങ്ങയെ പുത്രനെ പോലെ പരിചരിച്ചുകൊണ്ട് ഞാൻ ഈ ജീവിത സാഗരത്തെ കടന്നുകൊള്ളാമെന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ സ്തുതിക്കുകയുണ്ടായി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അമ്മ ഭയപ്പെടേണ്ട, അമ്മക്ക് എന്താണ് ആഗ്രഹം അതുപോലെ ഞാൻ ചെയ്യാം. ഏതായാലും ഞാനിവിടെ മകനായി പിറക്കാൻ കാരണമുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ
നിങ്ങൾ സന്താനം ഉണ്ടാവേണ്ട എന്നെ സേവിച്ചിട്ട് വളരെക്കാലം തപസ് ചെയ്തിരുന്നതിന്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഞാൻ ഈ രൂപം കാണിച്ചു തന്നിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് അവിടെ പലതരത്തിലും അവരെ സന്തോഷിപ്പിക്കുകയുണ്ടായി. പിന്നീട് അയോധ്യയിൽ രാമലക്ഷ്മണന്മാർ സുഖമായിട്ട് കഴിഞ്ഞു വരുന്ന ഘട്ടത്തിലാണ് അവരുടെ മുഗ്ധമായ ബാലലീലകളെ കൊണ്ട് ദശരഥനെയും കൗസല്യയൊക്കെ രഞ്ജിപ്പിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു വരുന്ന സമയത്താണ് അത്രേ വിശ്വാമിത്ര മഹർഷി അവിടേക്ക് വന്നു ചേർന്നത്. വിശ്വാമിത്ര മഹർഷി അവിടെ വന്നു ചേർന്നു. വിശ്വാമിത്ര മഹർഷിയെ സ്വീകരിച്ചിരുത്തിയുണ്ട് ദശരഥ രാജാവ്. വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഞാനിവിടെ വന്നിട്ടുള്ളത് ഞാൻ അമാവാസ തോറും പിതൃദേവാദികളെ ധ്യാനിച്ച് ചെയ്തിരുന്ന ഹോമം, ഞാൻ എല്ലാ അമാവാസിയിലും പിതൃക്കളെ ധ്യാനിച്ചുകൊണ്ട് ഹോമം ചെയ്യാറുണ്ട്. ഹോമം ചെയ്യുമ്പോൾ ആ യാഗത്തെ മുടക്കാനായിട്ട് മാരീചൻ, സ്വഭാവം തുടങ്ങിയ അസുരന്മാർ വന്നു ചേരും. അവർ വന്നിട്ട് തൻ്റെ യാഗത്തെ നശിപ്പിക്കും. അപ്പോൾ യാഗരക്ഷ ചെയ്യാൻ വേണ്ടിയിട്ട് രാമലക്ഷ്മണന്മാരെ എൻ്റെ കൂടെ അയക്കണം, ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. ഗുരുവിനോട് ആലോചിച്ചുകൊണ്ട് ലക്ഷ്മണനെ കൂടി അയക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും നല്ലതേ വന്നു ചേരുമെന്ന് പറഞ്ഞു. ഈ സമയത്ത് തനിക്ക് ആറ്റുന്നവരുണ്ടായ സന്താനങ്ങൾ രാമലക്ഷ്മണന്മാർ ഇവരെ വേറെ വരിക എന്ന് പറഞ്ഞാൽ അസഹ്യമായ ദുഃഖം ദശരഥനുണ്ടായി. എന്താണ് ചെയ്യേണ്ടത്? ചിന്താചഞ്ചലനായ പങ്ക്തി സന്തന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോട് ഏകാന്ത ചൊല്ലിയിടിനാൻ. ഗുരുവിനോട് ചോദിച്ചു, എന്താണ് ഞാനിപ്പോൾ ചെയ്യേണ്ടത്? എൻ്റെ മക്കളെ പിരിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ. വളരെ കാലം ആശിച്ചു കൊതിച്ചിട്ട് തനിക്കുണ്ടായ മക്കളല്ലേ ഇത്, എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ശ്രീരാമനെ ഇവരുടെ കൂടെ അയച്ചില്ല എങ്കിൽ വിശ്വാമിത്ര മഹർഷി ശപിച്ചിട്ട് തൻ്റെ വംശത്തെ നശിപ്പിക്കും. ഇവരെ അയച്ചാലാണാകട്ടെ ഇവരെ വേർപിരിഞ്ഞ മനോദുഃഖത്തിൽ ഞാൻ തന്നെ മരിച്ചു എന്നും വരും. എന്താണ് വേണ്ടത്? അങ്ങ് പറഞ്ഞു തരണം. അപ്പോൾ പറഞ്ഞു, ഗുരു പറഞ്ഞു, ഭയപ്പെടേണ്ടതില്ല. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം, സങ്കടമുണ്ടാകേണ്ട, നീ ദുഃഖിക്കേണ്ടതില്ല. ഈ രാമൻ ആയിട്ട് അവതരിച്ചിരിക്കുന്നത് എന്താണ്? കേവലം മനുഷ്യനല്ല രാമൻ, പരമാത്മാവാണ്. പണ്ട് ബ്രഹ്മ പ്രാർത്ഥിച്ചിട്ട് രാവണവധ നിഗ്രഹത്തിന് വേണ്ടിയാണ് അത്ര ഇവിടെ മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ മകനായി പിറക്കാനുള്ള കാരണം, അല്ലയോ ദശരാജാവേ, നിന്റെ പൂർവ്വജന്മം ഞാൻ പറയാ, നീ കശ്യപ പ്രജാപതി ആയിരുന്നു. അന്ന് നിന്റെ പത്നിയായ അതിഥി കൗസല്യ അന്ന് നിങ്ങളൊക്കെ സന്താനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ തപസ് ചെയ്തു. അന്ന് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് തപസ് ചെയ്തു. മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഞാൻ ഇതാ വരം തരാം, എന്ത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടത് പുത്രനായി പിറക്കണം എനിക്ക് ഭവാൻ. അന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചത് ഫലമായിട്ടാണ് അത്രേ ഇപ്പോഴിവിടെ സാക്ഷാൽ മഹാവിഷ്ണു ശ്രീരാമനായിട്ട് നിങ്ങളുടെ മകനായിട്ട് ഇവിടെ പിറന്നിരിക്കുന്നത്. അതിനാൽ കുട്ടികളെ അയക്കാൻ ഭയപ്പെടേണ്ടതില്ല. ഇവരൊക്കെ പുത്രനായി പിറന്നത് രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്രൻ ശേഷം തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ. മഹാവിഷ്ണുവിന്റെ ആ ശേഷനാണ് ലക്ഷ്മണനായിട്ട് അവതരിച്ചത്. ശംഖചക്രങ്ങളാണ് ഭരതശത്രുഘ്നന്മാര്. പിന്നെ ഒന്നും കൂടി പറയാം, ആ യോഗമായാദേവി ഇവിടെ ജനകന്റെ കൊട്ടാരത്തില് അയോനിജയായിട്ട് രാവണവധത്തിന് വേണ്ടി അവതരിച്ചിട്ടുണ്ട്. ആ സീതയുമായിട്ട് ശ്രീരാമനെ യോജിപ്പിക്കാൻ വേണ്ടിയാണ് വിശ്വാമിത്ര മഹർഷി ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. എത്രയും ഗുഹ്യം ഇത് വ്യക്തവുമല്ലതാനും പുത്രനെ കൂടി അയച്ചിടുക മടിയാതെ. അതിനാൽ ഭയപ്പെടേണ്ടതില്ല, മകനെ വിശ്വാമിത്ര മഹർഷി കൂടി അയക്കുക എന്ന് പറഞ്ഞു. ഈ സമയത്ത് സ്നേഹപൂർവം തൻ്റെ മക്കളെ ചേർത്ത് ആലിംഗനം ചെയ്തുകൊണ്ട് ദശരഥരാജാവ് വിശ്വാമിത്രന്റെ കൂടെ അവരെ വനത്തിലേക്ക് അയക്കുകയുണ്ടായി. വിശ്വാമിത്ര മഹർഷാകത്തെ പോകുന്ന വഴിയിൽ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ചെറിയ കുട്ടികളാണല്ലോ, ഇപ്പോൾ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാത്ത ദേഹങ്ങളല്ലോ. മുന്നം നിങ്ങൾക്കെന്നത് മൂലം ദാഹവും വിഷവും ഉണ്ടാകാതിരിക്കാനായി ഇതാ 2 വിദ്യകൾ പറഞ്ഞു തരാം. ബല, അതിബല എന്ന് 2 മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇത് പഠിച്ച് ജപിച്ചാൽ മതി എന്ന് ഉപദേശിച്ചുകൊണ്ട് അവരുമായിട്ട് വിശ്വാമിത്രൻ വനത്തിലേക്ക്
സഞ്ചരിച്ചു.